ഓക്കെ ടി വി ഇവിടെ ഇറങ്ങി അടിച്ചു. ഓക്കെ ആ വണ്ടി അങ്ങനെ വെള്ളത്തിൽ പോയാൽ തീർന്നു. ഒയ്യോ കിട്ടി, കോഹ്ലിയുടെ കിട്ടി. ഒന്നരക്ക് പിന്നെ വാറ് വിളിക്കാം. ഓക്കെ ഓക്കെ ജുഗ്ഗർ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, സാവേജ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, ടി ജെ ജോസുട്ടി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, ഡസ്റ്റർ അവിടെ അടിക്കുന്നുണ്ട്. നല്ലൊരു രീതിക്കുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അണ്ണാക്കിൽ പിരിവട്ടെ ജോസൂട്ടി സംസാരിക്കടേ വാർന്നിട്ട്. എടാ നീയും നിന്റെ ലീഡറും കരച്ചിലാണല്ലോടാ. കരയാത്ത ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചോട്ടാ. നീ പോയടാ ലീഡറെ. നിങ്ങൾക്കല്ലേ പറയാനുള്ള എന്താ വെച്ചാ പറഞ്ഞോ. ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? അതിനു മുമ്പേ ബ്രോ എന്തായിരുന്നു ടി വി ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് കേക്കട്ടെ. അപ്പൊ സിറ്റുവേഷൻ അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് വാ ബ്രോ. സിറ്റുവേഷൻ അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിക്കും. ഒന്ന് ചോദിച്ചു ആ കളിയാക്കിയ പാട്ട് ഏതാണെന്ന് പറയണേ. പാട്ട് ഏതാ കളിയാക്കിയ? പിന്നെ അടിക്കാൻ വരണോ ബ്രോ? കളിയാക്കിയ പാട്ട് അല്ല ജോസഫ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഗ്യാങ് എങ്ങനെയാണോ ഒരുത്തൻ പാട്ട് പാടി എന്ന് പറഞ്ഞാൽ 25 പേരും തോക്കെടുത്ത് ഓണം വിട്ട പോലെ വരുമോ? സോറി മ്യൂട്ട് ആയിരുന്നല്ലേ. നമ്മൾ ബോത്ത് സൈഡ് ചെക്ക് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ കൊളീഷൻ്റെ കേസ് നമുക്ക് വാച്ചറിനോട് കൺഫേം ആക്കി നമ്മൾ അതെങ്ങനെയാണ് വരുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. സോറിടാ, അനുരാഗ എല്ലായിടത്തും പോയി പരാതി പറയുന്നുണ്ടല്ലേ. 1 2 3 4 5 6 7 8. ഓക്കെ ഈജയുടെ കൗണ്ട് 25 കേട്ടു. കാഴേറി അടുത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. എവിടെ വയറിങ്? ആ ഓക്കെ ഞാൻ നോക്കുമ്പോ രണ്ടേ ഒരുമിച്ചുണ്ട്. ഓക്കെ ടി വി ഇവിടെ ഇറങ്ങി അടിച്ചു. ഓക്കെ ടി വി ഫുള്ള് കുത്തി ഒരു ലൊക്കേഷൻ കുത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഏരിയയിലായിട്ട് കുത്തുന്നു അടിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ദേ ആർ പ്ലേയിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു സ്റ്റൈലിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട്. ടി വിയുടെ ഭാഗത്തുനിന്ന് ഒരു ആംഗിളിൽ കുത്തുന്നു അടിക്കുന്നു. നേരത്തെ കളിച്ച അതെ നമ്മൾ പറയാൻ വെച്ചാൽ നേരത്തെ ഇനീഷ്യൽ സിറ്റുവേഷനിൽ കളിച്ച ആ ഒറ്റ സെയിംസ് ഓഫ് കണ്ട് ഓക്കെ അവിടെ നീലൻ്റെ വണ്ടി മാറണമായിരുന്നു, അത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ നല്ലൊരു ഗോൾ കൊടുത്തിട്ട് തന്നെയാണ് ബോത്ത് ഗാങ്സും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ അവർ ഇറങ്ങിക്കുന്നത് കണ്ടിട്ട് ടി ജി ഈ ഒരു ഏരിയയ്ക്ക് വലിഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ഇഷ്യൂ ഈസ് CM ഇസ് ഹിയർ. നമുക്ക് നോക്കാം. ഓക്കെ ടി വിയുടെ ഒരു വണ്ടി മറിഞ്ഞിട്ടുണ്ട്. ഓക്കെ തിരിച്ച് മറിയും, ടൈം എടുത്തിട്ടാണെങ്കിൽ തിരിച്ച് മറിയും. ഓക്കെ നീലിനൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നീലിനൊക്കെ ഓക്കെ ഒരു വെഹിക്കിൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ. ടി ജിയുടെ ഒരു വണ്ടി താഴെയാണ്, ഐ തിങ്ക് പോയതായിരിക്കണം. നോക്കാം. ടി ജി ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഓൺ. ഓക്കെ ഇവിടെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മൂവി ആരുടെ വിച്ച് വൺ? അത് ജസ്റ്റ് ആ ബഗ് ആണെന്നുണ്ടെങ്കിൽ മേലേക്ക് വലിച്ചിട്ട് ജസ്റ്റ് റിവ്യൂ ചെയ്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ ബഗ് ആണ്. ഓക്കെ ടി ജി ഗാങ് വെഹിക്കിൾ ഇഷ്യൂ ഇല്ലേ? അപ്പോൾ അതെടുത്ത് കളിക്കാൻ എങ്ങനെയാണ്? ഇല്ല ഇഷ്യൂ ഇല്ല, നമ്മൾ സംസാരിച്ചു. ഇഷ്യൂ ഇല്ല, ബോത്ത് സൈഡ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇല്ല അവരുടെ അതായത് ആള് വണ്ടി അടക്കമാണ് വെള്ളത്തിൽ പോയിക്കുന്നത്. നോക്കിയേ, ആളുടെ വണ്ടി അടക്കമാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തു കൊടുത്തോ. അതല്ലാണ്ട് വേറെ ആള് ചോദിക്കുന്ന ഗ്യാങ് വണ്ടി അല്ലല്ലോ. ഗ്യാങ് വണ്ടിയാണോ ആള് ചോദിക്കുന്നേ?
റോമിയോ ആണോ? ഒരു നോർമൽ വണ്ടി സ്പോൺ ആക്കി കൊടു. ദാറ്റ്സ് ഇറ്റ്. എന്നാലും ബാക്കു നീ നമ്മളെയൊക്കെ അപ്പൊ ജസ്റ്റ് മേലെ വലിച്ചിട്ട് കൊടുത്തിട്ട് ഒരു വെഹിക്കിൾ കൊടുക്കുക. പക്ഷെ ആളോട് പറയണം പ്രീ വാറിൽ കേറുമ്പോ ഈ വെഹിക്കിൾ വെച്ച് കേറരുത്, ജസ്റ്റ് ആ ഒരു ഏരിയക്ക് പോവാൻ മാത്രം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് സൂൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇവിടെ ആരോ ഇറങ്ങി അടിക്കുന്നുണ്ട്. TV ഇറങ്ങി അടിച്ചിട്ടുണ്ട്. TV ഓക്കെ, ഒരു വെഹിക്കിളോടെ ഇറങ്ങിയിട്ടുണ്ട്. TGയുടെ ടയറും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. TG ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. TG ഇവിടെ വേണ്ട 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 എന്താവശ്യം? നോ വേ, കൗണ്ട് നോക്കാം. TG 25 കത്തിപ്പോയിട്ടുണ്ട്. TV 25 സ്പെക്ക് ചെയ്യുന്നുണ്ട്. സോണി സ്പെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കും ജിക്കാർ, അവിടെ ഇരിക്കും. 10 മിനിറ്റ് ആ ഒരു സിറ്റുവേഷനെങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ മതി ജിക്കാറെ. ആ CMന്റെ CID അതിന് തോന്നുന്നു കത്തിയിട്ട് അങ്ങനെ ഇറങ്ങിയെന്നായിരിക്കും. അതിന് മരത്തിന്റെ ഉള്ളിലാ. അതാ മനസ്സിലായ? അവിടെ കൊളീഷനുണ്ട്. TV ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓയ്യോ, നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. TGയുടെ വെഹിക്കിളിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, TV ഇവിടെ ഇറങ്ങി ഒരു പിക്ക്, ഡെസ്റ്റർ ഒരു പിക്ക് എടുത്തു. ബൊബോയ് അവിടെ ഒരു പിക്ക് എടുത്തു. ഓക്കെ, 2 പ്ലേയേഴ്സ് ഡൗൺ ആയിട്ടുണ്ട്. TGയുടെ 2 പ്ലെയർ ഡൗൺ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ TGക്ക് വേറെ ഒരു ഏരിയയിൽ അടിക്കാനായിട്ട് കുത്താൻ പറ്റിയിട്ടില്ല. 2 പിക്ക് അവിടെ വന്നിട്ടുണ്ട്. 2 പ്ലെയർ ഡൗൺ ആണ് TGക്ക്. ഓക്കെ, 2 പിക്കാണ് എടുത്തിട്ടുള്ളത് TG. ഇവിടെ 2 പിക്കും ഒരു പിക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ഡെസ്ട്രോയും പിന്നെ ബൊബോയും ആണ് എടുത്തിട്ടുള്ളത്. ഓരോ പിക്ക് നല്ലൊരു കുത്തലായിരുന്നത്. കൗണ്ട് നോക്കി ഇപ്പോൾ 2 പ്ലേയേഴ്സിൻ്റെ കൗണ്ട് പോയിട്ടുണ്ട്. അവർക്ക് മൊത്തം ഒരു പ്ലെയർ കത്തിയിട്ടുണ്ട്. ഓക്കെ, TV ഇവിടെ വീണ്ടും ഇറങ്ങി. ഓക്കെ, TV നല്ലൊരു അഗ്രസീവ് കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. TVയുടെ സൈഡിൽ നിന്ന് എല്ലാ ആംഗിൾസിലും കുത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. TVയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ, TVയുടെ ഭാഗത്തുനിന്ന് ഒരു അഗ്രസീവ് ഗെയിം പ്ലേ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക്. ആ വണ്ടി അങ്ങനെ വെള്ളത്തിൽ പോയാൽ തീർന്ന്. ഒയ്യോ, വെള്ളത്തിൽ പോയി. ഒയ്യോ, 4 പ്ലേസ് ഗൈസ്, 4 പ്ലേസ് ആണ് വണ്ടിയിലുള്ളത്. TG ബാക്കിൽ കുത്തി. സ്നൈപ്പ് അവിടെ ഒരു പിക്ക് എടുത്തു കൊച്ചു കുഞ്ഞിനെ. TG ഡിങ്കൻ അവിടെ ഡോർക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഡിങ്കൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ വെഹിക്കിള് നല്ല രീതിക്ക് പണി കൊടുത്തു. ഓഹ്യോ, റബാഡയ്ക്ക് നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. റബാഡ ഡൗൺ ആയിട്ടുണ്ട്. TGയുടെ കയ്യിൽ നിന്ന് കളി പോകുമോ അത് നേരത്തെ പോലെ മാറുമോ നമുക്ക് നോക്കാം. TGക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. TG നിക്കിനെ എടുത്തിട്ടുണ്ട്. ഡിങ്കൻ അടിക്കുന്നുണ്ട്. ജുക്കുറു ഫീൽ ചെയ്തിട്ടില്ല. ഇവ 50 അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജുക്കുറു അവിടെ ഒരു പിക്ക് എടുത്തു. ഓക്കെ, ഏതാ ഗ്യാങ് നോക്കടാ അങ്ങനെ പറയുമ്പോ.
മെസ്ബോയിനെ കൊന്നു. അവിടെ സ്പെക്ക് ചെയ്യുന്ന സോണിയും അവരാണ്. നോക്കട്ടെ ടിജിയുടെ ഡൗൺ ആണോ? ഒരു പ്ലെയർ നേരത്തെ കത്തിയിട്ടുണ്ടായിരുന്നു. പോയിട്ടില്ല അല്ലേ? ഓക്കേ. ഞാൻ വന്നു, ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് ഇല്ല, ഡൊമിനിക്കും പിന്നെ അതുപോലെ തന്നെ ജിപ്സി എന്ന് പറയുന്ന 2 പ്ലേയേഴ്സും കൂടെ കാണുന്നുണ്ട്. നമുക്ക് വേറെ ആരും വെഹിക്കിൾസിൽ ജോസുട്ടി വെഹിക്കിളിനാണ്. ജോസുട്ടി ഉണ്ട്. 3 പ്ലേയേഴ്സ് ലൈവ് ഉണ്ട് ബാക്ക്. ജോസുട്ടി പിന്നെ ടിജിയുടെ ഡൊമിനിക്കും പിന്നെ മറ്റേ അതെ. ജോലിന് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ ടി ജി ഇവിടെ ഉള്ളതായിട്ട് TV കണ്ടിട്ടുണ്ട് ജോസുട്ടി. അതെ ബോധ സിറ്റുവേഷൻസ് ആർ പ്രീവാർ. അവർക്ക് ഇടാൻ പറ്റും. ബട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ടൈം ഉണ്ട്. അല്ല അക്സെപ്റ്റ് ഓക്കെ. ആള് ഈ ഒരു ഏരിയന്ന് മാറിയാൽ മാത്രം മതി. അവരുടെ മുന്നിൽ നിന്ന് പോയിട്ട് ഇത്ര ഡൗൺ ടു സൈഡ് ഐ തിങ്ക് ടിവിയുടെ ഭാഗത്തുനിന്ന് 4 or 5 ഐ തിങ്ക്. അന്നുവാൻ്റെ ചാറ്റുണ്ടേ. ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ 15 മിനിറ്റാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ട്. ഓക്കെ ജോസുട്ടി ഇപ്പോൾ സ്റ്റിൽ അവരുടെ POVയിലുണ്ട്. അവരുടെ ഐസൈറ്റിലുണ്ട്. ജോസുട്ടി സ്റ്റിൽ ഓൺ ഐസൈറ്റ്. ഐ തിങ്ക് TV 1 ഡൗൺ വരുന്നത് ഒന്ന് ഇല്ല. ഗോക്കു മാത്രമല്ല, ഗോക്കു മാത്രമല്ല, വേറെ ആരൊക്കെ ഡൗൺ ആയിട്ടുണ്ട്. മറ്റേ കിണ്ടി ആണോ ഐ തിങ്ക്. ഡോക്ടർ വീണ് ചത്ത്. ഓക്കെ പോയതായിരിക്കും. ഡോക്ടറാണ് അങ്ങേര്. ഏത് നേരം ഒന്നുമില്ല. ഡോർക്കി ഗോക്കു ഡൗൺ. ഡോർക്കി മാത്രമാണോ? അല്ല. ഓക്കെ എടാ നിന്റെ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ ഡെവിലെ. എന്താ കേൾക്കുന്നില്ല. അതായത് ഇവരുടെ ഐസൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മീറ്റിംഗ് വിളിക്കടാ. മനസ്സിലായോ? അതായത് പകുതിക്ക് കൂടുതൽ പ്ലെയർ ഡൗൺ ആവണോ? മനസ്സിലായോ? ലീഡറിനെ കിട്ടി, കോഹ്ലി ലീഡറിനെ കിട്ടി. കിട്ടും കേട്ടാ.
നീ ബാക്കിയുള്ളവന്മാരെ അടിക്കുന്ന പോലെ ഇങ്ങോട്ട് ഒരുത്തനാണോ ഡൗൺ ആയത്? ഒരുത്തൻ ചേച്ചിട്ട് അതെന്താ ചേച്ചിന്ന് ചോദിക്കുന്നത്? സിറ്റുവേഷൻ സ്പെക്ക് ഇവിടെ വേറെ എടാ അവര് പ്ലെയറിനെ ഒരുമിച്ചിട്ട് കത്തിക്കാനാണോന്ന് അറിയില്ല, എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്റ്റേജ് എന്തായാലും എടുക്കാൻ പറ്റത്തില്ലല്ലോ. മേ ബി കത്തിക്കാനായിരിക്കും, മേ ബി നോക്കാം. ടിവിയുടെ ആരൊക്കെ ഡൗൺ എന്ന് ഞാൻ പറഞ്ഞു. വെസ്പോയ് ഗോക്കു, ബൊബോയ് ഡൗൺ അല്ല, ഐ തിങ്ക് ബൊബോയ് ഒന്നും ഡൗൺ അല്ല. അമ്പത്തൂര് ഡൗൺ ആയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ വെഹിക്കിൾ എടുത്തതായിരിക്കും. മെസ്പോയ് ഗോക്കു, പിന്നെ വേണ്ട 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 എടാ ടി വിയത്തെ പ്ലേയേഴ്സ് ഡൗൺ ആയിട്ടുള്ള ഒരു GRV അടിച്ചു കിട്ടോ. ഓക്കെ, അത് പ്രീ വാറ GRV അടിക്കാം. മെസ്പോയും ഇവർക്ക് ഈ വെഹിക്കിൾ പോയത് നല്ല രീതിക്ക് പണി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഈ വെഹിക്കിൾ പോയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വെഹിക്കിൾ പോയി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് പണി കിട്ടും. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള ഉറപ്പായിരുന്നു. മെസ്ബോയ്ക്ക് ടീം ഫയർ ആയിരുന്നു. പിന്നെ ഇവിടെ ഐ തിങ്ക് ഡൗൺ ആയത് ഡോർക്കിയാണ് ഡൗൺ ആയത്. പിന്നെ വേറെ ആരെങ്കിലും ഡൗൺ ആയതുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് വലിയ പെടുത്തില്ല, നോക്കണം. തീട്ട കണ്ടി ഇനി മേലെ നീ TVനെ ഉണ്ടാക്കാൻ വരില്ല കേട്ടോ, പട്ടി തീട്ടങ്ങളെ. നീ ഒന്നും ആയിട്ടില്ല കേട്ടോ, ആവുമ്പോ പറയാം. അവൻ ഉണ്ടാക്കാൻ വരുന്ന ഒരു വാണം ഗ്യാങ് പിടിച്ചോണ്ട് മൂഞ്ചിന്ന് ഇതിനൂടെ വലിക്കടാ നീ ടിക്കറ്റ്. എന്താ അവര് 10 മിനിറ്റിനുള്ളിൽ അവര് ഇതാക്കത്ത് നമ്മൾ ഇതല്ലല്ലോടാ. സാവേജ് ഒന്ന് വരോ? അല്ല വില്ല ഒന്നല്ല മതി, വാ. ഓക്കെ, നമുക്കിവിടെ പ്രീ വാർ മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിലേ വൺസ് ഓൾ ഡൗൺ. ഓക്കെ, അതല്ല ഒരു കൗണ്ട് ഓഫ് പ്ലേയേഴ്സ് അല്ല പ്രീ വാർ മീറ്റിംഗ് ഓക്കെ വൺസ്. ബാക്കിയുള്ളവരൊന്നും പോയി ഞാൻ വില്ലുണ്ടാണ് സംസാരിക്കുന്നത്, ബാക്കി എല്ലാവരും മിണ്ടരുതേ. ഓക്കെ, അവരുടെ കൗണ്ട് ഓഫ് പ്ലേയേഴ്സ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വിസിബിൾ ഏരിയ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മീറ്റിംഗ് വിളിക്കാം, എലൈവ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്. മനസ്സിലായോ? ഓക്കെ, യെസ്, ഓൾ ഡൗൺ ആവണം എന്നില്ല. ഓൾ ഡൗൺ ആയാലും വിളിക്കാം. ഇവിടുന്ന് WRV അടിച്ച് അവരെ ഗ്യാങ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം മീൻസ് നിങ്ങളെ ഇതിലില്ലാത്ത വിസിബിൾ ഏരിയ ഇല്ലാത്തപ്പോ അവർ പിന്നെ 2 മണിക്ക് മുമ്പ് കേൾക്കണോ? അങ്ങനല്ലേ, അക്സെപ്റ്റ് ചെയ്യണം. തീർക്കണം. യെസ്, ഓഫ് കോഴ്സ്. യെസ് കോച്ച്. ഒരാള് 12 പേരെ വട്ടയിട്ട് പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യാവോന്ന് ചോദിച്ചു. ഇവിടെ കിരൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരന്റെ ബർത്ത്ഡേ കിരൺ ബ്രോ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കിരൺ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ കിരൺ ബ്രോ. എന്റെ വകയും കൂടെ റിട്ടേൺസ് ഓഫ് ദി ഡേ കിരൺ. ഈ കോച്ചിന്റെ മാസ്ക് എന്തിനാ ഇത്? വന്നിട്ട് നാങ്ക വന്നിട്ട് அந்த മാസ്ക്. ഹലോ, വാറും അക്സെപ്റ്റിംഗ് 1:30 മുന്നേ തീർക്കണം കേട്ടാ. ഓക്കെ, അക്സെപ്റ്റും വിളിക്കലും 1:30 മുന്നേ, പിന്നെ വാറ് 2 മണി വരെ മാക്സിമം ഉള്ളൂ, അതിനപ്പുറം ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ, അണ്ടിൽ എന്തെങ്കിലും ഓൾഡും കാര്യങ്ങളും വരുന്നതല്ലാണ്ട്. ഓക്കെ, അല്ല കഴിഞ്ഞ ദിവസം വാർ കമ്മിറ്റ് ആയ എത്രാണ്ട് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് വാറില്. അതാ പറഞ്ഞ, അത് ഇപ്പൊ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ വരുന്ന ഹോൾ ടൈം ഇല്ലേ, ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇതിപ്പോ നമ്മള് 1:30 മുമ്പ് വാർ അക്സെപ്റ്റും വിളിയും വന്നിരിക്കണം. നമുക്ക് അധികം സംസാരിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ
ഹലോ ഗൈസ്, അതൊക്കെ കവോ വാറ് വിളിയും അക്സെപ്റ്റും 1:30 മുന്നേ തീർത്തിരിക്കണം. 2 മണിക്ക് വാറന്റ് ആവണം കേട്ടോ. അണ്ടിൽ അവിടെ ഒരു ഹോൾഡോ കാര്യങ്ങൾ വരാത്ത ടൈമിൽ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പം അല്ലെങ്കിൽ നാളത്തേക്ക് നമുക്ക് വാറ് അത് നിങ്ങൾ സംസാരിച്ചു. ഓക്കെ കൊമ്പാച്ച ഉണ്ടല്ലോ, ഞാൻ ഇന്നത്തേക്ക് വാർ സെറ്റാക്കാണേ. പക്ഷെ 1:30 മുന്നേ അടിക്കണമെന്ന് പറ്റുമോ? കൊമ്പാച്ച ഇല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും? മേ ബി അവർക്ക് ഇങ്ങനെ പറയില്ല. ലാസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായ പ്ലേസ് ആണ്. ലാസ്റ്റ് ഡൗൺ ആവാണ്ടിരുന്നവരാ. ഹലോ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഹലോ ബ്രോ, കേൾക്കുന്നുണ്ടോ? ഹലോ, വൈപ്പ് ചെയ്ത് വിടില്ലേ? ഞാനാണ് കോ ലീഡറാണ്. ജിപ്സി കോ ലീഡറാടാ. ബ്രോ, ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം. ഓക്കെ ആണല്ലോ, 1:30 മുന്നേ വാറ് വിളിക്കാം. ഓക്കെ ബ്രോ, കറക്റ്റ് 1:30 വാർ വിളിച്ച കറക്റ്റ് അരമണിക്കൂറുള്ളൂ ഇവിടെ ടൈം കേട്ടോ. കറക്റ്റ് ഓക്കെ ഞങ്ങളുടെ സമയം തീരും. ഓക്കെ, ഞങ്ങളുടെ ആൾക്കാരൊന്ന് നമുക്ക് 1:30 അക്സെപ്റ്റ് ചെയ്യണം. 1:30 ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണം. 1:29 വരെ നമ്മൾ നോക്കും ബ്രോ. 1:29 കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കളിക്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ എക്സാക്ട് 10 മിനിറ്റ്സ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ ബ്രോ, ഓക്കെ ശരി. 1:30 മുന്നേ എടാ, മറ്റേ ഇവൻ വന്നാടാ, ഡീമൻ വന്നാ? എക്സിലെ വന്നാ? ഓക്കെ ഒന്ന് ഇടോടാ, ആരെങ്കിലും ഒന്ന് ഇടണേ. ഇവിടെ ലൂണില്ല എൻ്റെ ഒപ്പം. GR അടിക്കുന്ന നീ വേണേ ലൂണേ? TV ഇറങ്ങി അടിച്ചു. ഓക്കെ, TV ഇറങ്ങി അടിക്കുന്നുണ്ട്. മോബി അവിടെ വീഡിയം ഒരെണ്ണമായിട്ടുണ്ട്. ഐ തിങ്ക് മോബി അവിടെ വീഡിയം ആയിട്ടുണ്ട്. ഹോൾഡ് വരാൻ നോക്ക്. ഈജി അവിടെ സ്വന്തം ടീമിനാണ് വന്നിട്ടുള്ള ബാക്കി. മെസ്ബോയ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, ജുഗ്രു അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജുഗ്രുവിന് നല്ല പണി കിട്ടും. ജുഗ്രുവിന് 2 സൈഡിൽ നിന്ന് കിട്ടും. ജുഗ്രു ഡൗൺ. മീറ്റിംഗ് ഏരിയ. സ്നൈപ്പ് ഒറ്റയ്ക്ക് പണി കിട്ടിയിട്ടുണ്ട്. സ്നൈപ്പ് ഡൗൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സ്നൈപ്പ് ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഓയ്യോ, ജോസുട്ടി ചാടി വന്നത് ഇവൻ്റെ അടുത്തേക്കാ, മന്ദാരയുടെ അടുത്തേക്ക്. അയ്യോ, ബാലൻ നല്ല അടിയിട്ടുണ്ട്. ഓക്കെ, ബാലനവിടെ ഡൗൺ ആയി. സാവേജ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. TJ ജോസുട്ടി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡെസ്റ്റർ അവിടെ അടിക്കുന്നുണ്ട്. സേവിയർ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. മാമച്ചൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. കിക്ക് ചെയ്തോ. GRV അടിക്കണേ, ഓൺ ദ സ്പോട്ട് GRV പ്ലീസ്. ഐ തിങ്ക് 2 players ലെഫ്റ്റ് ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. TGയിൽ 2 പേരെന്താ ലെഫ്റ്റ് ഉള്ളു. ഐ തിങ്ക് അവര് നിർത്തൂല കേട്ടോ. കിക്ക് ചെയ്ത് വിടറാ. GRV അടിക്കണേ. നല്ലൊരു എടാ, കിക്ക് ചെയ്ത് മീൻസ് എന്തിനിടണം അതിനകത്ത്? കിക്ക് സീസൺ. നല്ലൊരു അടിയായിരുന്നു അത്. ആദ്യം TGയുടെ ഭാഗത്ത് കുറേ പേര് ഡൗൺ ആയി. ബട്ട് പിന്നെയും TG അത് പിടിച്ചു വന്നത്. പക്ഷെ വീണ്ടും TV അത് തിരിച്ചു.
മാക്സിൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു രീതിക്കുള്ളൊരു ഫൈറ്റായിരുന്നു. ജുഗുറു അവിടെ പെട്ടുപോയി ശരിക്കും. ജുഗുറു ആ കല്ലിൻ്റെ ബാക്കിൽ ശരിക്കും പെട്ടുപോയി. അതവരത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു മാക്സിമം. ബട്ട് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞ് ഇവിടെയുള്ള ഗ്യാങ് വെഹിക്കിൾസ് ടീച്ചറുടെ ജിആർ മേടിച്ചോളാട്ടാ. ഓക്കെ അതാ പറഞ്ഞ അവരിട്ട് കഴിഞ്ഞാൽ കൂൾ ഡൗൺ അടിക്കാൻ മറക്കരുത്. F8 കുഴപ്പമില്ല, അത് GR ബ്രോ. ഇല്ല GR ഇൻവെന്റർ ഇപ്പോൾ ഇല്ല. ഇട്ടോ